7 മഹാത്ഭുതങ്ങളിൽ, ബൈബിളിൽ 7 മഹാത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ പ്രവൃത്തി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ച് പറയാം, യേശുക്രിസ്തുവിൻ്റെ മരണം. യേശുക്രിസ്തുവിൻ്റെ മരണം. യേശുക്രിസ്തുവിൻ്റെ മരണമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. 4 സുവിശേഷ ഗ്രന്ഥങ്ങളുണ്ടല്ലോ ബൈബിളിൽ. 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ 4 ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ 4 വിധത്തിൽ വർണ്ണിക്കുകയാണ്. 1, യേശുക്രിസ്തു രാജാവാണ്. 2, യേശുക്രിസ്തു ദാസനാണ്. 3, യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. 4, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന പുസ്തകം യോഹന്നാൻ ശക്തമായിട്ട് വിവരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരുപദേശമായിരുന്നു ജ്ഞാനവാദം, നോസ്റ്റിക് എന്ന് പറയുന്ന ദുരുപദേശം. ജ്ഞാനവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശം ഒന്നായിരുന്നു, യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന് ഭൂമിയിൽ ജഡാവതാരം എടുക്കാൻ കഴിയത്തില്ല, യേശുക്രിസ്തു ഈ തിന്മ നിറഞ്ഞ, അനീതി നിറഞ്ഞ പ്രപഞ്ചത്തിലേക്ക് ഒരിക്കലും ഇറങ്ങി വന്നിട്ടില്ല, യേശുക്രിസ്തു ഒരു മായാരൂപമാണ്, യേശുക്രിസ്തുവിനെ തൊടാനോ കാണാനോ കഴിയത്തില്ല എന്ന് പഠിപ്പിച്ച ജ്ഞാനവാദത്തെ ഖണ്ഡിക്കുകയായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഞാനവനെ കണ്ടു, ഞങ്ങളവനെ തൊട്ടു, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനമെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. യേശുക്രിസ്തു പ്രപഞ്ചത്തിൽ അവതരിച്ചില്ല എന്ന് പറയുന്ന ജ്ഞാനവാദത്തെ ഖണ്ഡിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അതിന് തെളിവ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കുവാരെങ്കിലും സ്പീഡിൽ വായിച്ച് സഹായിച്ചാൽ വലിയ ഉപകാരം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചിട്ടില്ല എന്ന് പറയുന്ന ജ്ഞാനവാദത്തെ ഖണ്ഡിച്ചു പറയുന്നു, ഞങ്ങൾ അവനെ കണ്ടു. പത്രോസിന്റെ പ്രയോഗം കൂടെ എടുത്തു പറയട്ടെ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പറയാം, ഞങ്ങൾ അവനെ അനുഭവിച്ചറിഞ്ഞിട്ടിരിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിനെ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഇതൊരു കെട്ടുകഥയോ കിഴവിക്കഥയോ അമ്മൂമ്മക്കഥയല്ല, ഇത് ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. 2025 വർഷങ്ങൾക്ക് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു സ്വർഗമഹിമകളും മഹത്വം വിട്ടിട്ട് താണഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. കന്യകയിൽ സൂനുവായി. ചരിത്ര സംഭവമാണ്. സ്തോത്രം. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശിലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശിലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ.
ഇത് മോണിറ്റർ ഇച്ചിലൂടെ കൂട്ടി തന്നെ. സ്തോത്രം. ഇത് കുഴപ്പമില്ല. ഈ ഐപാഡ് യൂസ് ചെയ്യുന്നവരല്ലേ ജനങ്ങളുടെ കിടക്കേ പോയിരിക്കത്തുള്ളൂ. ഐപാഡ് യൂസ് ചെയ്യുന്ന മിക്കവാറും പേര് ജനങ്ങൾക്കിടയിൽ പോയിരിക്കും. അവരെ കാണാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് യോഹന്നാൻ അതിൻ്റെ എഴുത്തുകളിൽ ശക്തമായി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഈ 2 ദിവസമായിട്ട് നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ ദൈവദാസന്മാർ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് 4 വിധത്തിൽ 4 സുവിശേഷങ്ങൾ വർണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ 2 എഴുത്തുകാര് യേശുക്രിസ്തുവിൻ്റെ ജനനം നന്നായി വിവരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം 2 സുവിശേഷന്മാർ, മത്തായിയും ലൂക്കോസും, നന്നായി വിവരിച്ചിരിക്കുന്നു. 2 സുവിശേഷന്മാർ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റി എഴുതിയിട്ടില്ല, മർക്കോസും യോഹന്നാനും. അതെന്താ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് പ്രാധാന്യമില്ലയോ? ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവര് പ്രാധാന്യം കൊടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കാൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനാണ് പ്രാധാന്യം. അന്നേ 10 രൂപ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. പിള്ളേർക്ക് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കാം, ബോൾ മേടിക്കാം, പിന്നെ ഭക്ഷണം കഴിക്കാം, പാതിരാത്രിയിൽ ഇറങ്ങി ചണ്ടയൊക്കെ അടിച്ച് അവർക്കതിനുള്ള സംവിധാനങ്ങൾ കിട്ടും. അവർ പിന്നെ തീരുമാനിക്കും അടുത്ത വർഷം നമുക്ക് ഈ ബാറ്റെല്ലാം നല്ല ബാറ്റ് മേടിക്കണമെന്ന്, അടുത്ത ഡിസംബർ 25-ന്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ചില ആളുകൾ ഉദ്ദേശിക്കുന്നത് ക്ലബിൻ്റെ പെയിൻ്റ് അടിക്കണം, ബാറ്റും ബോളും മേടിക്കണം. അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇതിങ്ങനെ കാശുണ്ടാക്കാമെന്നുള്ളത്. പിന്നെ മദ്യപാനികൾക്ക് സൂക്കം അടിച്ച് കോൺ തെറ്റി എവിടെയെങ്കിലും കിടക്കാം, ചോദിച്ചാൽ പറഞ്ഞ അടിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ബാർ അസോസിയേഷനോ അല്ലെങ്കിൽ ബാറിന് കാശ് കൂടുതൽ കിട്ടാനുള്ള സംവിധാനമല്ല. മദ്യപാനി നിർത്തി മടങ്ങി വരണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപവഴികളെ വിട്ട് മടങ്ങി വരണം. ജനനം കൊണ്ട് ജനനം പ്രാധാന്യമുള്ളതാണ്. യേശുക്രിസ്തു ജനനത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം യേശുക്രിസ്തുവിൻ്റെ മരണത്തിന്. 4 സുവിശേഷകന്മാരും ഒരുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി, അടക്കത്തെപ്പറ്റി, ഉയർപ്പിനെപ്പറ്റി 4 പേരും ഒരുപോലെ എഴുതിയിരിക്കുന്നു. കാരണം ഇതിന് ജനനത്തെക്കാൾ പ്രാധാന്യമുണ്ട്. ഞാൻ വെച്ച് കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ഹല്ലേലൂയ പറയുമെന്ന്. നിങ്ങൾക്കും അതിനോടല്ല പ്രാധാന്യം, ജനനത്തോടായിരിക്കില്ലേ? സ്തോത്രം. അപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞു. ആമേൻ. അപ്പോൾ 8:30 നമ്മളൊരു 9:15 നിർത്തും. 8:45 ഓക്കെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളത് വിശ്വസിക്കാൻ കാരണം പാപിയായിരുന്ന എന്നെ, ദോഷിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ലോകത്തിൽ ആരുമില്ലായിരുന്നപ്പോൾ സ്വമഹിമകളെ വിട്ട് താഴേക്ക് ഇറങ്ങുന്നതിനെ രക്ഷിച്ച വീണ്ടെടുത്ത ഒരുവനേ ഉള്ളൂ, നസ്രനായ യേശുക്രിസ്തു. നിന്മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി, നിന്മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. അവിടുത്തെ മരണം കൊണ്ട് എൻ്റെ വലിയ നരകത്തെ ദൈവം മാറ്റിയെന്ന്. അതല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം. സ്തോത്രം.
യാഗങ്ങളും യോഗങ്ങളും കർമ്മങ്ങളും നേർച്ചകളും കാഴ്ചകളും നടത്തി മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ ഏകന്റെ ലംഘനത്താൽ മാനവരാശി ദൈവത്തിൽ നകന്നു പോയപ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം അവിടുത്തെ കാൽവറി മരണത്താൽ നമുക്ക് ക്രിസ്തുവിനോട് അടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് ലഭിച്ച ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയയാണ്. ഇങ്ങോട്ട് നോക്കിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. 7 വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഒന്ന്, ദൈവദൂതന്മാരുടെ സൃഷ്ടി. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ. രണ്ടാമത്തെ സംഭവം മനുഷ്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. മൂന്നാമത്തെ ഏറ്റവും വലിയ സംഭവം ദൈവപുത്രൻ്റെ ഭൂമിയിലേക്കുള്ള അവതാരം. നാലാമത്തെ ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിൻ്റെ മരണം. അഞ്ചാമത്തെ ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ആറാമത്തെ ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. ഏഴാമത്തെ ഏറ്റവും വലിയ മഹാസംഭവം യേശുക്രിസ്തുവും തൻ്റെ സഭയും 1000 കൊല്ലം ഭൂമിയെ വാഴുന്നു. ഇതെല്ലാം പ്രാധാന്യമുള്ള വിഷയമാണ്. ഇതിനേക്കാൾ പ്രാധാന്യമാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ ബ്രദറെ? എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും കണ്ടോ, യേശുക്രിസ്തു മരണം ആസ്വദിക്കുകയായിരുന്നു. മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഏതിനെയാ? മരണത്തെ. യേശുക്രിസ്തു ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലേക്ക് അവതരിച്ചത് മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എവിടെങ്കിലും ഏതെങ്കിലും മതനേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഗുരുക്കന്മാരോ ആരെങ്കിലും മരിക്കാനായിട്ട് ഇവിടെ വന്നവരുണ്ടോ? ഇല്ല. ഇവിടെ വന്നതെല്ലാം ജീവിക്കാൻ വേണ്ടി വന്ന. പക്ഷെ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അവൻ മരണം ആസ്വദിച്ചു. നമുക്കൊക്കെ മരണ സമയമൊക്കെ വരുമ്പോൾ മനുഷ്യന് വെപ്രാളമാണ്. ചിലപ്പോൾ നമ്മൾ കിടന്നുകൊണ്ട് പറയൂ, എന്നെ കാലം കെട്ടാൻ വരുന്നേ, പിടിച്ചോണ്ട് പോകാൻ വരുന്നേ. മനുഷ്യന് ഭീതിയും വെപ്രാളവും ആദ്യമൊക്കെയാണ്. നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രവാചകൻ പറയുകയാണ് ഈ മാസം മരിക്കുമെന്ന് പറഞ്ഞാൽ 3 ദിവസം ഉപവാസം വെക്കും. എങ്ങനെയും ആ കേസൊന്ന് അഴിഞ്ഞു പോകാൻ. ആർക്കാ മരിക്കാൻ? ആർക്കാ ആഗ്രഹം? ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം എനിക്കുൾപ്പെടെ ആഗ്രഹം എന്തായിരിക്കും? കുറച്ച് നാളൂടെ ജീവിക്കണം. പക്ഷേ എങ്ങനെ കളിച്ചാലും ഒരു ദിവസം എന്തു ചെയ്യും? മരിക്കും. പക്ഷെ യേശുക്രിസ്തു നമ്മെപ്പോലല്ല. യേശുക്രിസ്തു മരണം ആസ്വദിച്ചെന്ന്. സ്തോത്രം. മരണം സ്വീകരിക്കുകയായിരുന്നു. അതാ വ്യക്തമായിട്ട് എബ്രായ ലേഖനം 2:9 അവൻ മരണം ആസ്വദിച്ചു. 9-ാം അധ്യായത്തിന് 27, 28 ചേർത്ത് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 27, 28 വാക്യം കൂടെ. ഒരിക്കൽ മരിക്കുകയും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇപ്പം മരണമുണ്ട്, ഉറപ്പാ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിച്ചോണം, ഒരു ദിവസം നമ്മളെല്ലാവരും എന്തു ചെയ്യും? മരിക്കും. അയ്യോ ഞാൻ മരിക്കത്തില്ല, എനിക്ക് മരിക്കാൻ പേടിയാണ്, ഞാൻ മരിക്കത്തില്ല, ഞാൻ ചാകത്തില്ല, ഞാൻ ദുബായ് പോയിട്ട് ബുർജ് ഖലീഫിൻ്റെ
100ാമത്തെ നിലയിൽ കയറി ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി പമ്മിയിരിക്കും. ആർക്കേലും പറയാനൊക്കുമോ? മൂത്താമ്പക്കൽ സാധു കൊച്ചുമുനീശ് പാടി വച്ചിരിക്കുന്ന പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെ: കൊട്ടാരമായാലും വിട്ടേ മതിയാകോ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും. 10,000 നീല കെട്ടിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. 10,000 നില പടുത്തുയർത്തിയാലും അതിനുള്ളിലും എന്ത് വരും? മൃത്യു കയറി വരുമെന്ന്. ഒരു ധനവാനായ മനുഷ്യൻ്റെ കാര്യം കർത്താവ് പറഞ്ഞല്ലോ. അവൻ നല്ല വിളവെടുക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുന്നല്ലോ. അവൻ നന്നായി അവൻ്റെ വിളവുകളെല്ലാം വിളഞ്ഞു എന്ന് ഒരിക്കൽ അവൻ പറഞ്ഞൊരു പദമുണ്ട്: ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു പണിയും, എന്നിട്ട് ഈ ധാന്യമെല്ലാം കൂടെ അകത്ത് കയറി നിറച്ചിട്ട് ഞാൻ തന്നെ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനോട് അന്ന് രാത്രി കർത്താവ് വിളിച്ച് മൂട്ട, അവനെ വിളിച്ച് വിളിയാ എന്താ? മൂട്ട, അല്പപ്രാണി. ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ തിരിച്ചു വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആരനുഭവിക്കും? ആർക്കും പറ്റില്ല. ഇന്ന് വരെ ഇപ്പം ഈ രാത്രി വരെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. നന്നായി പണിയിടാം എന്നാളും എന്നു നീ ഓർക്കാതെ, നന്നായി പണിയിടാം എന്നാളും എന്നു നീ ഓർക്കാതെ, മണ്ണായി മാറും അഴകേറും, മണ്ണായി മാറും അഴകേറും നിർണയമോരു നാളി, നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീയതു മറക്കാതെ. തട്ടിപ്പോകുന്നൊരു ദിവസം. പക്ഷെ യേശുക്രിസ്തു മരണത്തെ ഭയന്നല്ല, അവൻ മരണത്തെ ആസ്വദിച്ചത്. യേശുക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ മരണം എന്തല്ലായിരുന്നു? യേശുക്രിസ്തുവിന്റെ മരണം ഒരു അപകട മരണമല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യാ മരണമല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ മരണം ദൈവത്തിന്റെ ദൈവിക നിർണയമായിരുന്നു. ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു. അതിന് തെളിവ് ഒരു വാക്യം വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ചാൽ പെട്ടെന്ന് വായിക്കണം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും. പുരുഷന്മാരെ, മുഴുവൻ പുരുഷാരത്തെ വിളിക്കുക. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. ഈ വചനം കേട്ടുകൊള്ളുവീൻ. അടുത്ത വാക്യം: നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച പുത്രനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്
ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. പുരുഷൻ, പിതാവ് നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ, അത് നസ്രേനായ യേശുക്രിസ്തു. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നിങ്ങളുടെ നടുവിൽ ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. കണ്ടോ, ഈ ദൈവത്തിന്റെ പിതാവിന്റെ മുന്നറിവിനാലും മുൻനിർണയത്താലുമായിരുന്നു നസ്രേനായ യേശുക്രിസ്തുവിന്റെ മരണം. സ്തോത്രം. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പദ്ധതി അല്ലായിരുന്നു. സ്തോത്രം. നമുക്ക് ഈ ആഴ്ച പോയെന്നോ ഭൂമിയിൽ പോയെന്ന് മരിച്ചിട്ട് വരാം, അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ല. ഇത് പിതാവിൻ്റെ നിർണയമായിരുന്നു. ആ പിതാവിൻ്റെ നിർണയത്തെ, ആ ക്രൂശ് മരണത്തെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായ ആ മരണത്തെ ഇല്ലാതാക്കുക, ദൈവിക നിർണയത്തെ പൊളിക്കുകയായിരുന്നു പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി. സ്തോത്രം. അതായിരുന്നല്ലോ തെളിവ്. കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മത്തായി സുവിശേഷം 4-ാം അധ്യായം, അവൻ വിശന്നു എഴുതിയേക്കുന്നത്. വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഇനി മറ്റൊരു വാക്യം നിൽക്കുന്നത് 40 ദിവസം അതിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നെന്ന. പരീക്ഷകൻ അടുത്തു വന്നിട്ട്, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ ഈ കല്ലുകളെല്ലാം അപ്പമാക്കി തിന്നുക. തിന്നാട്ടെ, നീ ദൈവപുത്രനല്ലേ, ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ ഈ കല്ലുകളെല്ലാം അപ്പമാകും, കഴിച്ചാട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഉത്സാഹിപ്പിച്ചപ്പോഴത്തേക്കും, കർത്താവെന്ന് പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ചേർന്നൊരിക്കൽ കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹാരമാണ്, ആത്മീക ബലമാണ്, ആത്മീക കരുത്താണ്. സ്തോത്രം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ഒന്നുണ്ടെങ്കിൽ അത് തിരുവെഴുത്താ. അണ്ണാക്കിന് മധുരമാ, പാതയ്ക്ക് ദീപമാ, കാലിന് പ്രകാശമായിരിക്കുന്ന ഒന്ന് അത് തിരുവെഴുത്താണ്. ഉത്കൃഷ്ടമായ, ഉദാത്തമായ, ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം ഈ അവനിയിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉയർത്തുന്ന തിരുവെഴുത്തത്രേ. സ്തോത്രം. ഇവൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ അന്നാരെ ഞാൻ ഇന്ന് വരെ പിശാചിന് മുമ്പേ തോറ്റിട്ടില്ല, കല്ലുകളെല്ലാം അപ്പമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മളവിടെ കടന്നൊരു അഭ്യാസം ഇറക്കിയാലും, എടാ പിശാച്, ഞാൻ ഇന്ന് വരെ ഒറ്റ ഒരുത്തൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിട്ടില്ല, തോറ്റിട്ടില്ലടാ എന്ന് പറഞ്ഞ് അവിടെ വൻ പരാജയം കാണിച്ചേനും. കർത്താവ് പറഞ്ഞത്, എൻ്റെ പിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇപ്പം ദൈവവചനം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ദൈവവചനം ജീവനും ശക്തിയുമാകയാൻ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൻ ആത്മമരണം മാറും, നീതിയിലവർ വാഴും. ആത്മമരണം മാറും, നീതിയിലവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
ദൈവത്തിൻ്റെ വചനം അത്ര ശ്രേഷ്ഠമാണ്. അത് ഭക്ഷിക്കുന്നത് ബലമാണ്. സ്തോത്രം. ദൈവമക്കളുടെ ആഹാരം ദൈവത്തിൻ്റെ വചനമാണ്. അത് നമുക്ക് ബലവും കരുത്തുമാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ്. സ്തോത്രം. രണ്ടാമത് പരീക്ഷിച്ചത് ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു. നിന്റെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളു. നമ്മളായിരുന്നെങ്കിലോ എപ്പോൾ എടുത്ത് ചാടിയെന്ന് വെച്ചാൽ സ്തോത്രം. ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. കർത്താവ് ഉടനെ മറുപടി കൊടുത്ത ഒരു വചനമല്ലേ, വായിക്കൂ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. സ്തോത്രം. നമ്മളെ അവരും പറയുന്ന കേട്ടോണ്ട് എടുത്ത് ചാടരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചോണം. സ്തോത്രം. പ്രവാചകൻ പറയുന്നതും അവർ പറയുന്നു ഇവർ പറഞ്ഞ കണ്ട് എടുത്ത് ചാടരുത്. സ്തോത്രം. അത് അബദ്ധമാണ്. ഏറ്റവും വലിയ പരാജയമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചാൽ നീ പരാജയപ്പെടത്തില്ല, നീ തോറ്റുപോകത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മൂന്നാമത് കർത്താവിനോട് പറയുകയാണ്, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെയാണ്. എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇത് നിനക്ക് തരാമെന്ന്. അങ്ങനല്ലേ വായിച്ചേ? പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് കാണിച്ചു. എങ്ങനെയുണ്ട്? ലോകരാജ്യങ്ങൾ മുഴുവൻ ലോകത്തിന്റെ മഹത്വം പ്രതാപം എല്ലാം കൂടെ കാണിച്ചപ്പോഴത്തേക്കും ഈ പിശാചി ചിന്തിച്ചത് ഇതിൻ്റെ അകത്ത് മയങ്ങി വീഴുമെന്ന്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനാണെന്ന് അവൻ അറിയത്തില്ല. ഒറ്റ വാക്കിൽ ഉളവാക്കിയവനല്ലേ ക്രിസ്തു. ഈ പ്രപഞ്ചത്തിന് ഇത്ര സൗന്ദര്യം കൊടുത്തവനല്ലേ ക്രിസ്തു. ഇനി നമ്മൾ തന്നെ ചിന്തിച്ച് ചോദിക്കുക, നമ്മുടെ സൗന്ദര്യം തന്നെ നോക്ക്. ഈ പണ്ട് ഞങ്ങളുടെ ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറയായിരുന്നു, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി എത്ര അത്ഭുതപരമാണ്. എന്നിട്ട് സങ്കീർത്തനത്തിൽ വാക്കുണ്ട്, ദൈവത്തെ സ്തുതിച്ചോണം പാടി, നീ എന്നെ ഭയങ്കരവും അതിശയരവുമായി സൃഷ്ടിച്ചാൽ ഞാൻ നിനക്ക് ഉറക്കൊരു സ്തോത്രം ചെയ്തേ. ആ സ്തോത്രം ചെയ്യാൻ ഇവിടെ ഹല്ലേലൂയ എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. പിന്നെ നമ്മൾ പെന്തിക്കോസ്കാർ അങ്ങനെയാണ്. ഇപ്പോൾ സ്തോത്രം പറഞ്ഞ ഉടനെ എന്ത് പറയും? അങ്ങനെയാണ്. ഞങ്ങൾ തിരിച്ചേ പറയുള്ളൂ. ഞങ്ങളോട് എന്ത് പറയുന്നു അതിന് മറത്തെ ഞങ്ങൾ പറയുള്ളൂ. ഹല്ലേലൂയ പറയാൻ പറഞ്ഞ ഉടനെ പ്രൈസ് ദി ലോർഡ് തിരിച്ചും മറിച്ചും പറയും ഞങ്ങൾ. എല്ലാവരും സ്തോത്രം ചെയ്യണമെന്ന്. അത് ഞങ്ങളുടെ പഴയ പാസ്റ്റർ പറഞ്ഞതറിയാമ്പോൾ ഞാനൊന്ന് കടമെടുത്തങ്ങ് പറയുക. ഇപ്പോൾ വന്ന വഴിക്ക് ആ വിഷയം വന്നപ്പോൾ പറയുക, എത്ര അതിശയകരമായ നമ്മളെ ദൈവം. ഈ മൂക്ക് തലയ്ക്ക് മുകളിലായിരുന്നെങ്കിലോ മുകളിലോട്ടാണ് ഇതിൻ്റെ കുഴൽ. ഈ ഇടവപ്പാതിക്കും തുലാമാസത്തിലെ മഴയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ഒക്കുമോ? ഒരു കുടയില്ലാതെ ഇല്ലേ? പനി പിടിച്ച് ഊപ്പാട് വരത്തില്ലേ? എൻ്റെ സൃഷ്ടിക്കൊരു കുഴപ്പം അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് എത്ര മനോഹരമായിട്ട് മുഖത്തിന് മൂക്ക് താഴോട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്. എന്നിട്ട് ആ ദൈവദാസൻ പറഞ്ഞ് വർണ്ണിച്ചതാ, മൂക്കിനകത്ത് രോമകൂപങ്ങൾ. എന്തിനാ? ആ കുറച്ചിരിക്കട്ടെ. അല്ലല്ല, എൻ്റെ സൃഷ്ടിയുടെ മൂക്കിനകത്തേക്ക് പൊടിപടലങ്ങളൊന്നും കയറി അവൻ എന്ന് ചീറ്റി നടക്കലെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയാണൊരു സംവിധാനം വെച്ചു. അതിൻ്റെ അകത്തൊരു ചെറിയ നനവൂടെ. സ്തോത്രം. പിന്നെ 2 കയ്യ് 10 വിരൽ. ഇത് എക്സ്ട്രാ കൂടിയാലെന്നോർത്ത് സ്ഥിതി മാറിയില്ലേ? ഇതിൽ 2 വിരൽ ഇല്ലെന്ന് വിചാരിച്ചു. ഈ 10 വിരലും കൂടെ കിട്ടിയിട്ട് തന്നെ നമ്മൾ കൈയടിക്കുന്നില്ല, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ കൈയും കാലമൊക്കെ ദൈവം തന്ന ദൈവത്തെയും കൂടെ മഹത്വപ്പെടുത്താനല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നെ
പിന്നെ പോരാഞ്ഞിട്ട് ആ ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ കടമെടുത്ത് പറയുക കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുക. പുരികൻ 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 കണ്ണിൻ്റെ മുകളിൽ പുരികൻ എന്നല്ലേ ഇവിടെ പറയുന്നത് അല്ലേ? അത് ഇത്ര ഭംഗിയായിട്ട് അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ വിയർപ്പ് കണങ്ങൾ വന്നൊഴുകി പെട്ടെന്ന് കണ്ണിലോട്ട് വന്ന് കയറി കണ്ണടഞ്ഞു പോകാതിരിക്കാൻ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിരിക്കുന്ന അത് വടിച്ചു കളയാനുള്ളതല്ല. നമ്മളധികം നൂല് കൊണ്ട് പിടിച്ച് വേദനിച്ച് ഓ അത് പിന്നൊരു ഈർക്കല് കനത്തിലാക്കി. അത് അതിനുള്ളതല്ല, ഇത് വിയർപ്പ് കണങ്ങളോ മറ്റു വന്ന് വീണ് കണ്ണിൽ പൊടി വീണ് കണ്ണ് പൊട്ടിപ്പോകാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണത്. സന്തോഷമുണ്ടോ? പിന്നെ പോരാഞ്ഞിട്ട് തൊട്ട് താഴെ കൺപീലി. കൺപീലി എന്തിനാ? മുടി വെട്ടുന്നത് പോലെ നമുക്ക് കൺപീലിയും വെട്ടണമായിരുന്നെങ്കിലോ. 100 രൂപ മുടി വെട്ടാൻ, 100 രൂപ പീലി വെട്ടാൻ. ഇനിയും പോരാഞ്ഞിട്ട് ഒരാഴ്ച 2 മാസം പീലി വെട്ടിയില്ലെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കി, ഇതിങ്ങനെ താഴോട്ട് വളർന്നു. അത് പിന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ ഇങ്ങനെ പൊക്കി ബസ്സിൻ്റെ ബോർഡ് നോക്കണം. ഈ എവിടെയെങ്കിലും ഓടുമ്പോൾ പീലിയും പിടിച്ചുകൊണ്ട് ചെയ്യണം, ഓടണം. എന്തെല്ലാം ദുരിതം. പിന്നെ നമ്മളെ ആരും മുടിയെ പറയണം, പീലിയെ പിടിക്കാടാന്ന്. എന്തെല്ലാം. സഭയിലൊക്കെ ആണെങ്കിൽ കമ്മിറ്റി കൂടിയാൽ എവിടെ പിടിക്കുള്ളൂ? എന്റെ സൃഷ്ടിക്കൊരു അപജയം സംഭവിക്കരുതെന്ന് പറഞ്ഞ് അതിന്റെ സിസ്റ്റത്തിൽ കൃത്യം വളർച്ച അത്ര മനോഹരമാണ്. പിന്നെ ഉദരങ്ങളിൽ വെച്ചിരിക്കുന്ന സിസ്റ്റം, വയറ്റ് കഴിക്കുന്നത്, കഴിക്കുന്നത്, താഴോട്ട് പോകുന്നത്. ഇത് എങ്ങാണ്ട് 1 ഇഞ്ചോ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 1 ഇഞ്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഈ അന്നനാളത്തിൽ പോകുന്ന കുഴലൊക്കെ ഇത് നമ്മുടെ പിടിപ്പിൽ കണ്ടു കഴിഞ്ഞാൽ കേളചന്ദ്രയുടെ PVC പൈപ്പ് ഒഴിച്ചിരിക്കുന്ന പോലെ ആരും അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഇച്ചിരിയൊക്കെ ഉള്ളു കേട്ടോ. എല്ലും കഷ്ണമൊക്കെ പതുക്കെ ഇറക്കണം. ആരാണ്ട് എടുത്തുകൊണ്ട് പോകുന്നുള്ള ആക്രാന്തത്തിൽ ഇതെല്ലാം കൂടെ വാരി ഒറ്റ പിടിപ്പിൽ പിന്നെ ഇക്കിളിട്ട് വെള്ളം കുടിപ്പിച്ച് പിന്നെ ഈ മുള്ളോടക്കിയപ്പോൾ പിന്നെ പാളയംകോടൻ പഴം കുററാൻ പറഞ്ഞാൽ പിന്നെ അവനെ അത് ഇറക്കി. പിന്നെ പറഞ്ഞു പാളയംകോടൻ പഴത്തിൽ പോകത്തില്ല, കപ്പപ്പഴം അതെല്ലാം കൂടെ കൊടുത്ത്. എന്നാൽ ഇതിച്ചിരി പതുക്കെ. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് കല്യാണത്തിന് വരുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു ഇടിച്ചു നിന്നോണമെന്ന്. ആ വാതുക്കളോട് നിന്നാൽ മതി, അവരങ്ങ് കൊണ്ടുപോയിക്കോളൂന്ന്. അവർ കൊണ്ട് ആ സീറ്റെ കൊണ്ടിരുത്തിക്കോളും. പുറകിൽ നിന്നൊരു വരവുണ്ടെന്ന്. കാരണം ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. ഞാൻ കുറ്റമൊന്നും പറഞ്ഞല്ല, കാരണം ആൾക്കാർ ഇതിനു വേണ്ടി കൂടുതൽ വരുന്നവരുണ്ട്. ദിഗോ സാറ് കല്യാണം എന്ന് പറയുമ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്. അതൊരു 12, 11, 10 മണിക്ക് 10:30 തുടങ്ങി ഒരു 12 ആകുമ്പോൾ. സാധാരണ ഗവൺമെൻറ് പോലും ഓഫീസുകളിൽ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്? 1 മണിക്കാണ്. 1 മണിക്കേ കഴിക്കാവുള്ളൂ. ഈ വാരി വലിച്ച് പോകുമ്പോൾ എല്ലാം കയറി കഴിക്കരുത്. അങ്ങനെ വേണോ അത് സിസ്റ്റം? നമ്മുടെ ജിം പാസ്റ്റർ എന്താ പാസ്റ്റർ വന്നിട്ടുണ്ടോ? വന്നില്ല. ജിൻ പാസ്റ്റർ വന്നോ? ഇല്ല. ജിന്നെന്നാണോ ജിമ്മെന്നാണോ? ജിൻ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തോ ബഹളം ആർത്തിരുമ്പോൾ. ഞാൻ ഇവിടെ നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്താന്ന് ഒരു കല്യാണം നടത്താൻ ഞങ്ങളുടെ അവിടെ നാട്ടിൽ നിന്നൊരു പാസ്റ്ററോട് വന്നു. നടത്തിപ്പുകാരന് ഭക്ഷണവും പുള്ളിക്ക് എവിടെ ഇരിക്കണമെന്നൊരു പേടിയില്ല. പുള്ളി ആദ്യമായിട്ടാണ്. പുള്ളി നിലാപട്ടത്തെ കോഴി നടക്കുന്ന പോലെ അതിലെല്ലാം നടക്കുക. എന്നോട് ചോദിച്ചു എവിടെയാന്ന്. ഞാൻ പറഞ്ഞു ഞാനും അതായി നോക്കുന്നത്, ഇതിലൂടെ കയറും. ഇല്ല മറ്റവൻ കയറിയ പോലെ, അല്ല രാജവസ്ത്രം ഇല്ലാതെ പന്തിൽ കയറിയ പോലെ എല്ലാം ചാടിക്കയറാൻ നോക്ക്. ഊളയിട്ട് ബാഗെല്ലാം എടുത്ത് കൊണ്ടുവച്ച് മുണ്ടെല്ലാം പിടിച്ച് ചാടിക്കോണമെന്ന് പറഞ്ഞു. വിളിച്ചവരെന്ത് ചെയ്യും? അവരും ചാടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അവർക്കും സീറ്റ് കിട്ടാതെ അവർ വിളിക്കുന്നവരെ ക്ഷണിക്കുന്നവർക്ക് അറിയത്തില്ല എവിടെ കൊണ്ടിരുത്തണമെന്ന്. ഇല്ലേ? അങ്ങനല്ലേ? വിരുന്നുകാരെ ഇരുത്തണ്ടേ? ആദ്യം വിരുന്നുകാരെ ഇരുത്തണ്ടേ? അതോ വരുന്നവരെല്ലാം കയറിയിരിക്കുക? എല്ലാവരും വിരുന്നുകാരല്ലേ? അതും ശരിയാ. ഞങ്ങളെയും വിളിച്ചിട്ടാണ് വന്നത്.
ഇതൊക്കെ ചെറിയ ചെറിയ കുഴലുകളാണ്. അതൊക്കെ ദൈവം സിസ്റ്റത്തിൽ വെച്ചിരിക്കുകയാണ്. ഹാർട്ടിൻ്റെ ഇടിപ്പ് ഇപ്പോഴും ഇടിച്ചോണ്ടിരിക്കുക കേട്ടോ, ഇപ്പോഴും ഇടിച്ചോണ്ടിരിക്കും. അത് ആളം തെറ്റിയാൽ പോയി. കൃത്യം അതിൻ്റെ സിസ്റ്റത്തിൽ ഇരിട അവിടെ എന്തിടയോ എന്നെ കൃത്യത്തിൽ എൻ്റെ താളത്തിൽ കൊണ്ടുപോകുന്നത് ഉറക്കം അല്ലേ. പെന്തിക്കോസ്തുകാർക്ക് ദൈവം കൃപയാൽ ഉറക്കം കൂടുതൽ തന്നിരിക്കുകയാണ്. സഭായത്തിന് സൂപ്പർ ഉറക്കം. ഞങ്ങളെയാണെ അങ്ങോട്ട് വിളിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ. അവിടെ പണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് പെന്തക്കോസ്ത് ഹോളിൻ്റെ അടുത്ത് അപ്പുറത്ത് 1.5 കിലോമീറ്റർ താമസിക്കുന്ന ഒരുത്തന് അവൻ പറഞ്ഞു, ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ല, തമ്പേറടിയുടെ കൊണ്ട് എനിക്ക് ഹൃദയം ഇങ്ങനെ ഇടിക്കുക. ഇനി പാതിരാത്രിയെല്ലാം മൈക്ക് വെച്ച് അലക്കുമ്പോൾ അവനൊരു കുഴപ്പവും ഇല്ല. നമുക്ക് 9 മണി വരെ ഉള്ളു സാങ്ഷൻ അല്ലേ, മറ്റുള്ളവർക്കെല്ലാം വെളുപ്പാങ്കാലം വരെ. നമ്മുടെ ഉപദേശിമാരും പറഞ്ഞ 8:50 നിർത്തിയേക്കണമെന്നാണ്. പോലീസുകാർ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് 8:50. 8:55 ഇവിടെ 10. ഇവിടെ മിക്കവാറും 10:30 ആവും. സ്തോത്രം. 10 ഞാൻ നേരത്തെ പോകും കേട്ടോ. സ്തോത്രം. നമുക്ക് 9 മണി വരെ ഉള്ളൂ. നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലേ? ഒരു ഇന്ത്യൻ പൗരൻ എന്നല്ലേ നമുക്കെല്ലാം ഒരുപോലെ നീതി വേണ്ട അല്ലേ? പറ. പെന്തിക്കോസ്തുകാർക്കും ക്രിസ്ത്യാനിക്കും സകലർക്കും, ഹിന്ദുവിനായാലും മുസ്ലിംസിനായാലും സകലർക്കും, ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം ഒരേ നീതിയായിരിക്കണം. അല്ലെ നമ്മുടെ 9:05 ആകുമ്പോഴത്തേക്കും വന്നിട്ട് എവിടെ സാങ്ഷൻ എടുത്താട്ടെ. അതവിടെ നിൽക്കട്ടെ. അത് നമുക്കുള്ള സിസ്റ്റം എന്ന് പറയുന്നത് നോക്കിക്കൊടുത്തിക്കെല്ലാം അതിൻ്റെ പരുവത്തിന്, ഇടിപ്പ്, ഹാർട്ട്, അതിൻ്റെ കൃത്യത്തിന് ദഹനം നടക്കുന്നത്. ഈ ആൾക്കാർ ഉറങ്ങാത്തവരുണ്ട്. എന്നോട് ഈ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എനിക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥന, എനിക്ക് ഉറക്കമില്ലെന്ന്. ഞാൻ പറഞ്ഞു യോഗത്തിന് വരാൻ പറഞ്ഞു. നിങ്ങളിമ്മ വീട്ടിലിരുന്ന ഉറങ്ങത്തില്ല, യോഗത്തിന് പോയ എൻ്റെ സഹോദരി സുഖം ഉറക്കല്ല, വന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു അമ്മയാണ് ഉറങ്ങി ഇങ്ങനെ വാ. അപ്പം ഞങ്ങളുടെ പാസ്റ്റർക്ക് ചോദിച്ചു, എന്നെ അമ്മ ഉറങ്ങുകയാണോ? ഞാൻ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പാസ്റ്റർ ചോദിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെയുണ്ട്. എന്ത് സുഖമാ. നീ എന്നെ ഭയങ്കരവും അതിശയമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ, നീ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഓർക്കണം. ഇടയ്ക്ക് എന്നെ ദൈവം സൃഷ്ടിച്ചതും എന്നെ നടത്തിയതും എന്നെ കൊണ്ടുവന്നതുമായ വിധങ്ങൾ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം കണ്ടോ? ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചെന്ന് ആക്രാന്തം കയറി മനുഷ്യൻ പറഞ്ഞേനും എന്നാ ഇത് ഞാൻ അങ്ങ് വീണ് നമസ്കരിച്ചേക്കാം, ആരും അറിയണ്ട, നമസ്തേ. നമ്മളാണെ കയറി വീണാനെ വന്ന് ആരും അറിയുന്നില്ലല്ലോ. ഈ പ്രപഞ്ചം അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ താടിമോടിയോടുകൂടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും മനുഷ്യനെ പെട്ടെന്ന് മയങ്ങി വീഴുവന്നു. എത്രയും പേര് വീണിരിക്കുന്നു. ഇടയൊരുത്തം പറഞ്ഞു കേട്ടില്ലേ, ഇന്ന് സ്തോത്രാഴ്ച എടുക്കുന്നില്ല, നിങ്ങൾ പേഴ്സ് തുറന്നോട്ടെ, മുഴുവൻ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടാക്കും, ഇന്ന് സ്തോത്രാഴ്ചയില്ലെന്ന്. അവൻ കണ്ടുപിടിച്ച എന്നാ അടവാ, എന്തുവാ കണ്ടോ മനുഷ്യന് ആവേശം. അപ്പോൾ എഴുന്നേൽക്കുന്നു 100 രൂപ ഇട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 150 കയറുമെന്ന്. അപ്പോൾ നമുക്ക് ആവേശം കയറത്തില്ലേ? ഇവിടെ പോയാൽ 100 കിട്ടിയാൽ വ്യക്തം ജയം. തുറക്കടാ പേഴ്സ്. നമ്മുടെയൊക്കെ യോഗത്തിനൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ വണ്ടിക്കൂലിക്കുള്ളത് മാത്രം വെച്ചിട്ട് മുഴുവൻ ഇടാൻ. എം ചെയ്ത് അവരിടത്തില്ല. അവർ 10 രൂപ അല്ലാതെ അവർ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. പിന്നെ 10 മിനിറ്റ് നമ്മുടെ കളയാവുന്നേ ഉള്ളൂ. ഞാനൊരു വിശ്വാസത്തിൻ്റെ വാക്ക് പറയാം. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങത്തിരിച്ചാൽ ദൈവം കാര്യങ്ങൾ നടത്തി തരും. പിന്നെ വിശ്വാസത്താലാണ് ദൈവം വഴി തുറക്കും. വിശ്വസിക്കുന്ന ദൈവം മക്കൾ കരമുയർത്തി കല്ലേലിയ പറഞ്ഞാട്ട്. പിന്നെ കൺവെൻഷൻ ദൈവനാമത്തിനും മഹത്വത്തിനു വേണ്ടി, ആത്മാക്കളുടെ വിടുതലല്ലേ, ദൈവം പറഞ്ഞിട്ടല്ലേ
ചെല്ലു പറഞ്ഞില്ലേ, ദൈവം എന്നോട് പറഞ്ഞായിരുന്നു 3 ദിവസം യോഗം വെക്കാൻ. 3-ാം ദിവസം കിടന്ന് കരയുക, ഇന്ന് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് പോകണമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ കനിയണം. യോടി ആദ്യത്തെ ദിവസം പറഞ്ഞത് ദൈവം പറഞ്ഞെന്നാ. ഇവിടെ ദൈവം പറഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ദൈവം ഭംഗിയായി നടത്തി തരും, ഒരു കടവും വരത്തില്ല. ഇനി ഒരു വാക്യം വേണം ഞാൻ പറഞ്ഞുതരാം. ഇയ്യോബിൻ്റെ പുസ്തകം 17:9 ഒന്ന് വായിച്ചുതരും. ഇയ്യോബിൻ്റെ പുസ്തകം 17:9. മോണിറ്റർ കുറച്ചുകൂടെ കൂട്ടുക. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു, ശത്രു എൻ്റെ നേരെ കണ്ണ് കൂർപ്പിക്കുന്നു. എത്ര വായിച്ചേ? 17:9 ഇയ്യോബ്. ആണോ? സോറി. നീതിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം. നേരത്തെ വായിച്ച തെറ്റാ. അതല്ലേ നേരത്തെ എത്ര വായിച്ചേ? 16:9. ഓ ശരി ശരി. ഇപ്പോഴേ 17:9. ഞാൻ അതല്ലേ പറഞ്ഞേ? അതെ അതെ. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു. നീതിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും. നീതിമാനോ തന്റെ വഴികളിൽ തുടർന്ന് നടക്കും. അടുത്ത വാക്യം. കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. കൈവെടിപ്പുള്ളവൻ. അത് ഞാനൊന്നുകൂടെ പറയാം. ആത്മീയമായിട്ടും അവൻ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടും, ഭൗതികമായിട്ടും അഭിവൃദ്ധിപ്പെടും. നമുക്കത് പറയുമ്പോൾ ഒരു ചെറിയ പോരാട്ടമുണ്ട്. ഭൗതികം എന്ന് പറഞ്ഞ ഉടനെ പറയാം, ഉടനെ നമ്മൾ കയറി വീഴും. ഞാൻ അതിനു വേണ്ടിയല്ല ഇറങ്ങിയത്. പിന്നെ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ പറയും, എനിക്ക് കർത്താവ് കൃപയാൽ ഒരു സ്കൂട്ടർ തന്നു, ഹല്ലേലൂയ, ഞാൻ സൈക്കിളുമായിട്ടായിരുന്നു കഴിഞ്ഞ നാളുകൾ നടന്നത്, ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് പറയാം. പക്ഷെ ദൈവം അനുഗ്രഹിക്കുമെന്നങ്ങാണ് ഉപദേശിമാർ പ്രസംഗിച്ചാൽ പറയുന്നു, അത് പ്രോസ്പെരിറ്റി. ഞാനതും വിശ്വസിക്കുന്നുണ്ട്. ആത്മീയമായിട്ടും ദൈവം വർദ്ധിപ്പിക്കും. പറഞ്ഞു. പിന്നെ ഭൗതികമായിട്ടും വേണ്ടേ? എല്ലാ ദിവസവും എല്ലാം ഓരോരുത്തരെ വിളിച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോന്ന് അങ്ങനെ ചോദിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത്? ജോൺ ബല്ലേ എന്നാ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു തബല വേണം, ആൾക്കാരെ എല്ലാം ഉള്ള തബലക്കാരെല്ലാം വിളിച്ച് ചോദിച്ചിട്ട് 2 തബല തരാമെന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ദൈവം എനിക്കൊരു വഴി തുറന്നാൽ തബല സെറ്റെല്ലാം ചെയ്ത് നല്ല തെറ്റപ്പായിട്ട് കാര്യങ്ങൾ നടക്കത്തില്ലേ? അല്ലേ? എല്ലാവരോടും എന്നെ നേരം വിളിക്കുന്നുണ്ടെ വിളിച്ച് ഗൂഗിൾ പേ ഉണ്ടോ? അവൻ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും പറയില്ല, നല്ല കേടായി കിടക്കുക. സ്തോത്രം. വല്ല ആവശ്യമുണ്ടോ? അവിടെ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ഇല്ല, വേറെ ഉണ്ടോ? എന്തോ അതിന് പറഞ്ഞു. ഫോൺ പേ ഉണ്ടോ? അതും ഇല്ലെന്ന്. ഈ നേരം എടുക്കുമ്പോഴുള്ള വോയിസ് എല്ലാം ഇട്ട് ആൾക്കാരെ ഇളക്കുന്നേക്കാളും നല്ലത് അല്ലേ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം നമുക്ക് വഴി തുറക്കും. ഞെരുക്കമൊക്കെ വരും ബ്രദറെ, കടവും ഭാരമൊക്കെ വരും. അത് മനുഷ്യ സഹജം. ഈ ലോകത്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നിന്റെ ദൈവം എന്നും അങ്ങനെ നിന്നെ കിടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ വർഷം നിന്നെ ദൈവം അനുഗ്രഹിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേ. പിന്നെ ആത്മീയമായിട്ടും ദൈവം വർദ്ധിപ്പിക്കും, ഭൗതികമായിട്ടും വർദ്ധിപ്പിക്കും. സമ്പത്ത് വരുന്നത് എൻ്റെ വിശ്വാസം. അതിപ്പോൾ ഇത് ഈ കുന്താൻ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവൻ പറഞ്ഞ ആൾക്കാർ വല്ല ഒന്നും പറയാൻ ഒക്കത്തില്ല. സ്വത്ത് ഈ പുള്ളി വന്നപ്പോഴേ എനിക്കറിയാം ഇതുമായിട്ട് വരുമെന്ന്. സ്തോത്രം. ഞാൻ ഭാരപ്പെടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, അവനോട് ചോദിച്ചു, ഇവനോട് ചോദിച്ചു, അവനെ കണ്ടു, ഇവനെ കണ്ടു, ഇത്ര പേരില്ല. ഞാൻ തമാശ പറഞ്ഞില്ല. ഞാൻ സമ്പത്ത് നമ്മുടെ കൈ വരുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റുമില്ല. അതിനെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. സമ്പത്ത് വർദ്ധിച്ചാൽ നീ അതിൽ മനസ്സ് വെക്കരുത്. അത് മാമോനാ, അതിനെ നിൻ്റെ കാൽച്ചുവട്ടിലേ വെക്കാവുള്ളൂ. നിൻ്റെ സമാന്തരമായിട്ട് നിന്നോട് സംസാരിക്കാൻ നീ അനുവദിക്കരുത്. അതാ ചെയ്യേണ്ടത്. പുറയിലൊക്കെ കേൾക്കാവുന്നുണ്ടോ? ഏറ്റവും പുറകിൽ കേൾക്കാവോ? ഇല്ലേ? ആരറിഞ്ഞു? ഇവിടെ ഇരിക്കുന്നവർ കേൾക്കാവോ? സ്തോത്രം. സമ്പത്ത് വർദ്ധിച്ച് ഏറ്റവും ബൈബിളിലുണ്ടല്ലോ സമ്പത്ത് വർദ്ധിച്ചൊരു യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മാൻ എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. റിച്ചസ്റ്റ് മാൻ. സൈലന്റ് ആക്ക് ഫോണല്ല.
എല്ലാവരും ഉപദേശന്മാരെല്ലാം സൈലൻ്റാക്കുക. സ്വോത്രം. ഇവിടെ നോക്കിയേ, റിച്ചസ്റ്റ് മാൻ 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത, 10 മക്കള്. 500 ഏർക്കാളെന്ന് പറഞ്ഞാൽ എത്ര? 1000 എണ്ണം. ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഇയ്യോബിൻ്റെ ഫാമിൻ്റെ നീളം. നമുക്ക് ആകെ 2 പേട്ടാടുണ്ട്. അവളുകൊണ്ട് സവായത്തിനും വരത്തില്ല. വന്ന തൊട്ട് 11 എഴുന്നേറ്റ് പോവുകയും ചെയ്യും. മനസ്സിലായോ? ഇത്രയും വലിയ സമ്പത്ത്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇയ്യോബിന്. ഈ സമ്പത്തൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ സ്ഥാനം പിടിച്ചില്ല. അതൊക്കെയൊക്കെ സെക്കൻഡറി ആയിട്ട് കണ്ടു. ദൈവത്തെ 1-ാം സ്ഥാനത്താക്കി. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കിട്ടിയാൽ നമ്മൾ പിന്നെ യോഗത്തിന് വരത്തില്ല, പിന്നെ നമുക്ക് ഇളക്കമായിരിക്കും. അവിടെ ഒരുത്തനുണ്ട്, ഇങ്ങനെ കാറിൻ്റെ താക്കോൽ വില കറക്കിക്കൊണ്ടാണ് യോഗത്തിന് വരുന്നത്. എന്നുവെച്ചാൽ എനിക്ക് കാറുണ്ടെന്ന് അറിയിക്കാം. അതൊരു ദിവസം നടുറോഡിൽ കിടക്കുന്ന കണ്ടു, പെട്രോൾ തീർന്നെന്ന്. എന്നാ ഇത് ഇങ്ങനെ കറക്കാതിരിക്കണ്ടേ? ആ ഇളക്കവാ. സ്തോത്രം. ഇത്രയും സമ്പത്തുള്ള മനുഷ്യൻ ദൈവത്തെ വിട്ട് 1 ഇഞ്ച് പോലും പുറകോട്ട് പോയില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. ഒരു ദിവസം സാത്താൻ വന്നു വീടിന് ചുറ്റും റൗണ്ട് അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കിയിട്ട് പറ്റിയില്ല. കാരണം ദൈവത്തിൻ്റെ വേലി. നീ അറിയുന്നില്ല, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം കെട്ടിയിരിക്കുന്ന സംരക്ഷണ വേലി പൊളിക്കാൻ ഒരു അന്ധകാരത്തിനും ആഭിചാരങ്ങൾക്കും ലക്ഷണവിദ്യക്കും വരത്തുപോക്കിനും പോക്കുവരവനും കഴിയത്തില്ല. സ്തോത്രം. നമുക്കാണ് ഏറ്റവും കൂടുതൽ പേടി ആ മന്ത്രവാദി. അവിടെ ചെന്ന് ദൈവദൂതന്മാർ നിൽക്കുന്ന സ്ഥലത്ത് സാത്താൻ ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നതാ? ഞാൻ ഭൂമിയിലൊക്കെ എൻ്റെ ദാസനെ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചോന്ന്. ഇത്രയും സമ്പത്തുള്ളെങ്കിലും, ഇത്രയും സമ്പത്തും പണം എല്ലാം ഉള്ളപ്പോഴും ഇയ്യോബിനെ ആർക്കറിയാം? കണ്ടോ? ഇയ്യോബിനെ ആർക്കറിയാം? ദൈവത്തിന് അറിയാം. നമ്മളെ ദൈവത്തിന് അറിയാമെന്ന് ഉറപ്പുള്ള ദൈവമകൾ ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ പേര് ദൈവത്തിന് അറിയാമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. എന്നെ വ്യക്തിപരമായിട്ട് അറിയാമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ കുടുംബത്തെ അറിയാമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. ഉണ്ടോ? ദൈവത്തിന് അറിയാമെന്ന്. അതാ ചോദിച്ചത്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ, കോടിക്കണക്കിന് മനുഷ്യരുള്ള സ്ഥലമാ ഊസ്തേശം. അവിടെ ദൈവം എടുത്തു ചോദിക്കുന്നു, എൻ്റെ ദാസനെ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അതുകൊണ്ട് ഞാൻ ദൈവമക്കൾ പറയാം, ഈ സമ്പത്തിലൊന്നും മുഴുകിപ്പോകരുത്. പിശാച് ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഇതിൻ്റെ മഹത്വം മഹാത്മ്യമല്ല. മയങ്ങിപ്പോകരുത്. ലോകമായയിൽ കുടുങ്ങാതെ, കെണികളിൽ പതിക്കാതെ, മനുജ കാലം പാരിൽ നീ കളയാതെ, മനുജ ലോകമായയിൽ കുടുങ്ങാതെ, കെണികളിൽ പതിക്കാതെ, മനുജ കാലം പാരിൽ നീ കളയാതെ, മനുജ.
ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങോട്ട് കാണിച്ചു. എന്നെ വീണ് ഒരു സെക്കൻഡ് നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്ന മുഴുവൻ നിനക്ക് എഴുതി തരാം. ഉടനെ കർത്താവ് പറഞ്ഞത്, ഓ ശരി, ഇനി ഞാൻ വളരെ പട്ടിണിയിലായിരുന്നു, എനിക്ക് എവിടെ എങ്ങനെയാണെന്ന് പോലും ഞാൻ അറിയാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞോ. സാത്താനെ എന്നെ വിട്ട് പോ. നമ്മൾ പറഞ്ഞ സാത്താൻ പോവോ കയറി വരുമോ? പോകുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊരു മീനുണ്ടോ, ഉണക്കപ്പാമ്പാട. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അതോ ഓരോരുത്തരും ഓരോ ബിസിനസ്സിലാണോ? ഇപ്പോൾ സമയത്തിനായി മുമ്പ് നിർത്താം അല്ലേ? 5 മിനിറ്റ് കൂടെ അല്ല വൈകൂ. പോട്ടെന്നോ പരിശുദ്ധാത്മാവിൻ്റെ? അയ്യോ അത് പറയാനൊക്കത്തില്ല. അപ്പോൾ ചിലപ്പം വെളുപ്പാങ്കാലം വരെ പരിശുദ്ധാത്മാവില്ല, അങ്ങനൊന്നും പറയരുത്. പണ്ട് ഞങ്ങളുടെ ഒരു ഭാഷ ഒന്നുമല്ലേ, ആത്മാവ് ഹേമിപ്പിക്കുന്നപോലെ പൊക്കാട്ടെ, എന്നാലും ഒരു 9:05 നിർത്താൻ. ആത്മാവ് ഹേമിപ്പിക്കുന്ന പോലെ എന്നാലും ഒരു 9:05 അങ്ങനെ ഓക്കെ ആയിക്കോട്ടെ. എന്നാലും കുറച്ച് സമയം കൂടെ എടുക്കാം. ഇതെല്ലാം കൂടെ എന്നെ മുമ്പിലൊന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഉടനെ സാത്താൻ എന്നെ വിട്ട് പോ. ഞങ്ങളുടെ നാട്ടിലൊരു അതാ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലൊരു മീനിൻ്റെ പേരാ ഉണക്കപ്പാമ്പാട. ഇവിടെ എന്തോ പറഞ്ഞിരിക്കത്തില്ല. ഇല്ല പാമ്പാട, വാള. വാള, പാമ്പാട എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ വാള ആയിക്കോട്ടെ, വലിയ നീളമുള്ള കണ്ടിട്ടില്ലേ? ഇവിടെ അത് ഉണക്കപ്പാമ്പാട ഇട്ട് പൂച്ചത്തല്ലെന്ന് പൂച്ചയെന്ന്. പൂച്ച അടിച്ചാൽ പൂച്ച പോവുമോ? പൂച്ച കയറി വരത്തില്ലേ? നമ്മുടെ കൈവശം എന്തെങ്കിലും അനീതി അതിക്രമം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. കരം വെടിപ്പായിരിക്കണം. അങ്ങനെ അയ്യോ പറഞ്ഞത്, കരം വെടിപ്പുള്ളവൻ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുമെന്ന്. കരം വെടിപ്പായിരിക്കണം, കരം വിശുദ്ധമായിരിക്കണം. തിന്മ പാടില്ല, പാപം പാടില്ല. അതിനെ അകറ്റണം. അകറ്റിട്ട് പ്രാർത്ഥിച്ചോ വിടുതലാകും. ഇതേ കാര്യം തന്നെ ഒരിക്കൽ പത്രോസ് തന്നെ പറഞ്ഞല്ലോ കർത്താവിൻ്റെ അടുക്കൽ. ആ ദൈവിക നിർണയത്തെ പൊളിക്കാൻ പിശാച് പലവട്ടം നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ഒടുവിൽ പീറ്ററിൻ്റെ അകത്തോട്ട് കയറി. മത്തായി സുവിശേഷം 16-ാം അധ്യായം. നീ പത്രോസ് ആകുന്നു, പത്രോസ് അവനെ 21 മുതൽ വായിച്ച പോലെ. അന്നു മുതൽ യേശു 16-21 മുതൽ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ. അന്നു മുതൽ യേശു എന്നു മുതൽ 13-ാമത്തെ വാക്യം വായിച്ചോ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ യേശുക്രിസ്തുവിനെ നസറായനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു ഇരമ്യാവെന്ന് പറയുന്നു, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഏലിയാവെന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു. പലരും പല അഭിപ്രായങ്ങളാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്. നമ്മളോട് ചോദിച്ചാലും നമ്മൾ പറയും യേശുക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ പറയും ഞാൻ വയറ്റുവേദനാൽ ഭാരപ്പെട്ടു, കർത്താവിനെ സൗഖ്യമാക്കി. ചിലരോട് ചോദിച്ചാൽ പറയും ഞാൻ കൈവേദനാൽ ഭാരപ്പെട്ടു, കർത്താവിൻ്റെ കൈക്ക് സൗഖ്യം നൽകി. ഒത്തിരി പേര് പറയും. പക്ഷെ ചിലർ വിളിച്ച് പറയും യേശുക്രിസ്തു എൻ്റെ പിതാവാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, സ്തോത്രം, എന്നെ രക്ഷിച്ചവനാണ്. ജനങ്ങളുടെ അഭിപ്രായം അത് പലരും പല അഭിപ്രായമാണ്. ഒടുവിൽ ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? 12 പേരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്തോ? എല്ലാവരും കൂടെ ചാടിക്കേറി പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. മനസ്സിലായ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ വെളിപ്പാട് പ്രാപിച്ചവനാ പത്രോസ്. ഇതെല്ലാം പ്രാപിച്ചു വെളിപ്പാട് കിട്ടി പെന്തിക്കോസ്ത് നാളിൽ പ്രസംഗിക്കാൻ പോകാൻ ഇരിക്കുന്ന ആള്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട മനുഷ്യൻ.
ഇവിടെ കർത്താവ് അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വായിച്ചോ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പക്ഷെ എല്ലാവരാലും ഉപദ്രവിക്കപ്പെടും. പരീശന്മാരും ന്യായശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അവനെ ഉപദ്രവിക്കും. ഒടുവിൽ അവന് മരണം കൊടുക്കും. ക്രൂശ് അവന്റെ തോളിൽ വെക്കും. അവനെ ചാട്ടവാറിട്ട് അടിക്കും. അവനെ ഉപദ്രവിക്കും, നിന്ദിക്കും, പരിഹസിക്കും. ഒടുവിൽ ക്രിസ്തു മരിക്കും. ഇതങ്ങോട്ട് പറയുക, ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറയാം. ഉടനെ പത്രോസ് പറയുക, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. ഉടനെ പുള്ളി പറഞ്ഞു, ഇനി വന്നേ, ഒരു കാര്യം പറയട്ടെന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഞങ്ങളുടെ ചങ്ക് തകർക്കുന്നതൊന്നും എന്ത് ചെയ്യരുത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം ഭക്ഷണം തന്നു, എന്തുമാത്രം ഭക്ഷണം. ഒരിക്കലും ഞങ്ങൾ ഒരിടത്തിരിക്കുമ്പോഴത്തേക്കും എങ്ങനെ ആർക്ക് ഈ പുരുഷാരത്തിന് ആര് ഭക്ഷണം കൊടുക്കുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കും അന്ത്രയോസ് പോയി തപ്പിയെടുത്തൊരു ബാലകനെ എടുത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അതിൽ നിന്നൊരു കൊട്ട ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ അമ്മായിയമ്മയാണെ പനി പിടിച്ച് ചുരം പിടിച്ചു ഇങ്ങനെ വിറച്ചിന്, കോവിഡാണോന്ന് അറിയത്തില്ലായിരുന്നു. വിറച്ചിരുന്നപ്പോഴത്തേക്കും വന്ന് സൗഖ്യമാക്കി. ഇത്രയും അത്ഭുതങ്ങൾ ഞാൻ കണ്ടതാ. ഒരു കാര്യം ചെയ്യും, അങ്ങ് മരിക്കരുതെന്ന്, അങ്ങ് വേറിട്ട് കൊണ്ടുപോയെന്ന്. ഇവൻ്റെ അകത്ത് മറ്റേ വ്യായ കയറിയതാ. മരുഭൂമിയിൽ വന്ന സത്താന്റെ ശക്തി അവിടെ പരാജയപ്പെട്ടപ്പോൾ സെൻട്രൽ വാസ് അകത്ത് കയറി. എങ്ങനെങ്കിലും ഈ മരണത്തെ മാറ്റണം. കാരണം അവനറിയാം അവൻ്റെ തല തകരുമെന്ന്. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് സാത്താന്റെ തല തകരും. അതവനറിയാം. അവൻ പരാജയപ്പെടുമെന്നറിയാം. അത് കണ്ടോണ്ട് അവൻ പറയുന്നു, നീ മരിക്കരുത്. ദൂരെ കൊണ്ടുപോയിട്ടറിഞ്ഞ്, പ്ലീസ് മരിക്കരുത്, എനിക്ക് സങ്കടമാണ്, എനിക്ക് സഹിക്കാനൊക്കത്തില്ല. നോ. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ. മറ്റേ പഴയ ശക്തിയെ വന്നെന്ന് കർത്താവിന് പിടി കിട്ടി. ഇവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചത് ആ പഴയ വ്യാപാരമാണ് കേട്ടോ. ക്രിസ്തുവിൻ്റെ നിർണയത്തെ, പിതാവിൻ്റെ നിർണയത്തെ, മരണമെന്ന നിർണയത്തെ മാറ്റി എഴുതാൻ പിശാച് പല തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കി. പക്ഷേ അവൻ പരാജയപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അത് ദൈവത്തിന്റെ മുൻനിർണയം. യേശുക്രിസ്തുവിന്റെ മരണം ദൈവത്തിൻ്റെ മുൻനിർണയമായിരുന്നു. ഇനി ഒരു ചിന്തയുടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആ ഭാഗം. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻനിർണയമാണ്. ഇത് പൊളിക്കുകയായിരുന്നു പിശാചിൻ്റെ തന്ത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹമുണ്ട്. നമുക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹം. അതിലൊന്ന് ഞാൻ പറയാം. ദൂരസ്ഥരായിരുന്ന നമുക്ക് സമീപസ്ഥരായി നിൽക്കാൻ ദൈവം ഭാഗ്യം കിട്ടി. ഓടിവാൻ കൃപയാം നദിക്കരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം നദിക്കരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം നദിക്കരികിൽ. സമയം പോകുന്നുണ്ട്. എല്ലായിടത്ത് വരിയെടുത്ത് പാടാൻ നേരമില്ല. ദൂരസ്ഥരായിരുന്നു നമ്മൾ. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം
ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധമില്ലാത്തവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു, വാഗ്ദത്തങ്ങൾ കന്യരായിരുന്നു. ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത ലംഘനവും പാപവും നമ്മുടെ മേലുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് കിട്ടിയത് ദൂരസ്ഥരായ നമുക്ക് സമീപസ്ഥരാകാനുള്ള ഭാഗ്യം കിട്ടി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, പുറംപറമ്പിൽ കിടന്ന് നമുക്ക് അകത്ത് വരാൻ ഭാഗ്യം കിട്ടി. ഇനിയും കേട്ടോ, പഴയ നിയമ ചരിത്രം പഠിച്ചു നോക്കി. ഓൾഡ് ടെസ്റ്റ്മെന്റ് സമാഗമന കൂടാരത്തിൽ സിസ്റ്റം ഓർത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ജനങ്ങൾക്ക് എവിടം വരെ പോവാം? പ്രാകാരം, അവിടെ നിന്നോണം. പുരോഹിതന് എവിടം വരെ പോകാം? പുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് ജനത്തിൻ്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തുകൊണ്ട് ആടിൻ്റെ രക്തം മുഴുവൻ പാത്രത്തിൽ വഹിച്ചുകൊണ്ട് അന്തർമന്ദിരത്തിൽ പോയി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ട് ജനത്തിൻ്റെ പാപം ഏറ്റുപറയുമ്പോൾ ആ രക്തത്തിലേക്ക് ദൈവത്തിൻ്റെ ശഖന ഇറങ്ങി വരുമ്പോൾ പുരോഹിതനകത്ത് ഇങ്ങനെ വിറയ്ക്കുക, കരങ്ങളിങ്ങനെ കിടക്കിടാന്ന് വിറയ്ക്കുക. അപ്പോൾ പിന്നെ വസ്ത്രത്തിന്മേൽ മാതളമണിയും പിന്നെ മാതളമണി ഒന്ന്, പിന്നെ രത്നങ്ങളൊന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. അതിപ്പം അകത്ത് നിൽക്കുമ്പോഴത്തേക്കും മാതളമണി ഇങ്ങനെ അങ്ങോട്ട് കിണകിണാന്ന് അടിക്കുമ്പോഴത്തേക്കും പുറത്ത് നിൽക്കുന്ന ജനം പറയും, ഞങ്ങളുടെ പുരോഹിതൻ മരിച്ചിട്ടില്ല, അകത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം പുറത്ത് കിടന്ന് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. വല്ലപ്പോഴും കാണാൻ വലിയ ഈ പാപം ചെയ്തും പോകുമ്പോൾ നാട്ടുകാർക്കറിയാം ഇവൻ ഈ ആഴ്ച ചെയ്ത പാപം കാരണം വലിയ മൂരിക്കാളയുമായിട്ട് പോവുകയാണെങ്കിൽ പറയും ഇവൻ എന്തോ ഈ ആഴ്ച. കുഞ്ഞു പ്രാവിനെയും കൊണ്ട് പോകുമ്പോൾ പറയും വലിയ അരക്കേട് ഇല്ല. അങ്ങനെ മൃഗങ്ങളെ യാഗം നടത്തി കൊണ്ടുകൊടുത്ത് ബലിയർപ്പിച്ചർപ്പിച്ചർപ്പിച്ചർപ്പിച്ച് ഊപ്പാട് വന്ന് നമുക്ക് കർത്താവ് പറഞ്ഞു, ഇനി ഒരു മൃഗങ്ങളും നിനക്ക് വേണ്ടി യാഗമാകണ്ട, ദാ സാക്ഷാൽ നമുക്ക് വേണ്ടി ക്രിസ്തു പരമയാഗമായി തീർന്നു. സ്തോത്രം. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടനച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടനച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. ക്രിസ്തുവിന്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് കിട്ടിയത് ദൂരസ്ഥരായ നമുക്ക് ഓടി വരാൻ ഭാഗ്യം കിട്ടി. ഓടി എവിടെ? അതിവിശുദ്ധ സ്ഥലത്ത്. പെട്ടെന്നൊരു വാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 4:16. സ്പീഡിൽ വായിച്ചു. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാട്. ഇനി ദൂരെ വെക്കണ്ട, അടുത്തു വരാൻ ഭാഗ്യം കിട്ടി. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കേ. നീ ഇനി അന്യനല്ല, പരദേശിയല്ല, ദൈവകൃപയുടെ കൂട്ടവകാശിയാണ്, ഈ ഭവനത്തിന്റെ അംഗമാണ്. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം ഒരു വാക്യം കൂടെ. എബ്രായ ലേഖനം 10:19 വായിച്ച് നിർത്തിയേക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് ജീവനുള്ളൊരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല
നമുക്ക് വേണ്ടി ചിന്തി. സ്തോത്രം. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം സംഭവിച്ചറിയാമോ? യെരൂശലേമിൻ്റെ അകത്ത് കെട്ടിയിരുന്ന തിരശ്ശീല മുകൾ തൊട്ടടി വരെ രണ്ടായി ചിന്തിപ്പോയി. 4 ഇഞ്ച് കനം. 100-ലധികം പുരോഹിതന്മാർ ഒരുമിച്ച് നിന്ന ഇത് പൊക്കി കയറ്റുന്നതും ഇറക്കുന്നതും. അത്ര ഖനമുള്ള ഈ തിരശ്ശീല താഴെ നല്ല കീറിയത്, പിന്നെ ഇവിടുന്ന മുകളിൽ നിന്ന്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവം കീറിക്കളഞ്ഞതാ. എന്നിട്ട് ദൂരെ കിടന്ന് നമുക്ക്, പുറംപറമ്പിൽ കിടന്ന് നമുക്ക് കൃപാസനം വരാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. നിങ്ങളൂടെ വേണം ഇവിടെ കയറിയിരിക്കാം, സ്ഥലമില്ല. സ്തോത്രം. അമ്മേ, അതുകൊണ്ട് അവരും വന്ന് വിട്ടിരിക്കുകയല്ലേ. ന്യായപ്രമാണത്തെ കാലത്താണ് നിങ്ങൾക്ക് വിട്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ കയറി സഹോദരന്മാരുടെ കൂടെ ഇരിക്കുകയല്ലേ, ദൈവദാസന്മാരുടെ കൂടെ. അതൊരു ഭാഗ്യമല്ലേ. സ്തോത്രം. ഇവിടെ വന്നിരിക്കാൻ കിട്ടിയത് അത് ആ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ വിശേഷതയാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ദൈവത്തോട് സമാധാനം കിട്ടി. ദൂരത്തിൽ നമുക്ക് കൃപാസനം വരെ ഭാഗ്യം കിട്ടി. അടുത്തത് നമുക്ക് പറ സമാധാനം കിട്ടിയെന്ന്. കാരണം ദൈവത്തോട് നമുക്ക് എന്തില്ലായിരുന്നു? നമുക്ക് അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ കൃപയാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം എനിക്ക് സമാധാനം കിട്ടി. സ്തോത്രം. ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോയൊരു മനുഷ്യനായിരുന്നു ഞാൻ. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുകയായിരുന്നു. പക്ഷെ കൃപയാൽ കാൽവറി മരണം ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. സമാധാനം കിട്ടി. നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. ഇനി ഒരു കാര്യം കൂടെ നിർത്താം. ഇനി ദൈവഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സ്തോത്രം. യോഹന്നാൻ 14:1 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. നമുക്ക് കാൽവറി മരണം കൊണ്ട് നമുക്ക് കിട്ടിയ അടുത്ത അനുഗ്രഹമാണ്, ക്രിസ്തു നമ്മെ ചേർപ്പാൻ വേഗത്തിൽ മടങ്ങി വരും. കാൽവറി മരണം കഴിഞ്ഞ് 3-ാം ദിവസം കർത്താവ് കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. വല്ലഭനാമവനേ, വല്ലഭനായവനേ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നിരന്തരം വന്ദനം ചെയ്തിടുവിൻ. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, റോമൻ ഇമ്പീരിയൽ മുദ്ര വെച്ച് ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് ശീലകൾ ചുറ്റി യഹൂദന്റെ ക്രമപ്രകാരം അവനെ കല്ലറയ്ക്കകത്ത് വെച്ച് ഒതുക്കി, കാവൽ പടയാളികളെ നിർത്തി. എന്നാൽ 3-ാം ദിവസം ആ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് നസ്രായൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് ശിഷ്യവൃന്ദങ്ങളെ മുഴുവൻ ഒലിവുമലയുടെ മുകളിൽ കൊണ്ട് നിർത്തി. സ്തോത്രം. അവിടുന്ന് പാദം ഉയർന്ന് പൊങ്ങിപ്പോകുമ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞ ദൂതന്മാർ 2 പേര് വിളിച്ചു, ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ അവൻ മടങ്ങി വരും. നമുക്ക് കാൽവറി മരണം കൊണ്ട് കിട്ടിയത് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമാണ്. ഏറെ താമസം പിന്നെ കർത്താവ് മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ മടങ്ങി വരവിന് എല്ലാവരും പോകത്തില്ല. പോകണമെങ്കിൽ പൊൻപിള ദേശനിവാസികളെ 1 മാനസാന്തരപ്പെടണം, 2 രക്ഷിക്കപ്പെടണം, 3 ജലത്തിൽ സാക്ഷീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനപ്പെടണം. അത് കുഞ്ഞുങ്ങളെ മുക്കരുത്, മുതിർന്നവരെ മുക്കരുത്. മുക്കേണ്ടത് ആരെയെന്നറിയാമോ? വിശ്വസിക്കുന്നവരെ. സ്തോത്രം. ഷണ്ണനും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അകത്ത് യെശയ്യാ പ്രവാചകൻ്റെ തോൽച്ചുരുൾ വായിച്ചങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കും ഈ ഷണ്ണൻ പറയുക, ഷണ്ണൻ എന്ന് പറഞ്ഞാൽ പദവിയാണ്, പദവിയുടെ പേരാ ഷണ്ണൻ പറയുക, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധം? അടുത്തത് ഫിലിപ്പോസിന് മറുപടി, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. എന്നാൽ ചാടി ഇറങ്ങിക്കോളണം, വിശ്വസിക്കുന്നവരെ മുക്കണം. കല്യാണം കഴിക്കാൻ വേണ്ടിയോ കമ്മിറ്റി അംഗമാകാനോ ഒന്നിനുമല്ല സ്നാനപ്പെടുന്നത്. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല, ക്രിസ്തുവിനോടുള്ള നല്ല മനസാക്ഷിയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി. മാനസാന്തരം രക്ഷിക്കപ്പെടണം കേട്ടോ. യേശുക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടവരുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. വ്യക്തിപരമായി രക്ഷാനിർണയം പ്രാപിക്കണം. ആരെങ്കിലും അതിന് ഇന്ന് വരെ അർഹരായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു ചാൻസ് കൂടെ ദൈവം നിനക്ക് തന്നിരിക്കുക. നാളെ ചാൻസ് കിട്ടുമോ എന്നറിയത്തില്ല, ഇന്ന് രാത്രിയിലാണോ നമ്മുടെ ജീവൻ പോകുന്ന അറിയത്തില്ല. കിട്ടിയ അവസരം മുതലാക്കിക്കോണം. ഇന്നാണ് സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ ഫൈനൽ ദിവസം, ഈ മൂന്നാമത്തെ ദിവസം ഈ യോഗം വച്ചിരിക്കുന്നത് അവരുടെ പണമെല്ലാം കൂടെ ജോലി ചെയ്തതിൻ്റെ ശമ്പളമെല്ലാം കൂടെ അല്ലാതെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കെങ്ങനെയും അടിച്ചു പൊളിക്കാമെന്നുള്ള ചിന്തയല്ല. എങ്ങനെയും ഈ ദേശം വിടുവിക്കപ്പെടണം. ഒരൊറ്റ ഉദ്ദേശമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ പാരമ്പര്യ ചർച്ചിൽ ജനിച്ചതുകൊണ്ടോ ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ മുതലേ പള്ളിക്കകത്ത് പോകുന്നു, ഞാൻ അവിടെ എത്തും എന്നാർക്കും വിധിക്കാൻ കഴിയത്തില്ല. ഈ പുസ്തകം പറയുന്ന പ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം പോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരവസരം കർത്താവ് തരും. ഇരിക്കുന്ന ഇരിപ്പിലെന്ന് പറഞ്ഞ കർത്താവേ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് ഒരു വാക്കിലേറ്റു പറഞ്ഞാൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ കഴുകി ദൈവകുടുംബത്തിന് അംഗമാക്കി തീർക്കാൻ പോകുകയാണ്. മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപാടനുഷ്ഠിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരും. കുലപാതകന്മാരും വിഭാരാദികളും ഭോഷ്കു പറയുന്നവർക്കും ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയും അത്രേ. ആമേൻ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അതിൽ പെട്ടുപോകരുതേ, അതിൽ പെട്ടുപോകാതിരിക്കാൻ ഇന്ന് രാത്രി സുവിശേഷം നന്നായി 3 ദിവസം ഇവിടെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളും അഭിഷിക്തന്മാർ നന്നായി പ്രസംഗിച്ചു. ഇന്ന് രാത്രിയിലൂടെ ഒരവസരം ദൈവം നൽകിയിരിക്കുക. കർത്താവേ, എന്നെ അവിടുത്തെ കുടുംബത്തിന് അംഗമാക്കണമെന്ന് ഏറ്റു പറയാമോ? ഇന്ന് രാത്രി വിടുതൻ്റെ രാത്രി എല്ലാവരും കണ്ണുകളടച്ചാട്ടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഈ പൊൻവിള പ്രയർ ഗ്രൂപ്പിലെ സഹോദരന്മാർ, പ്രിയപ്പെട്ടവരോ, ടീമിലെ അംഗങ്ങളല്ല, ഓടി സ്റ്റേജിലോട്ട് വന്നാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമോ? എല്ലാവരും വന്നാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരും